നമസ്കാരം. കഴിഞ്ഞ 2 ദിവസങ്ങളായി സോഷ്യൽ മീഡിയയിലെ ഏറ്റവും വലിയൊരു ചർച്ചാ വിഷയങ്ങളിൽ ഒന്ന് തന്നെയാണ് പ്രമുഖ യൂട്യൂബർ അഖിലനാരുടെയും ഭാര്യയുടെയും വേർപിരിയൽ വാർത്ത. സമൂഹ മാധ്യമങ്ങളെ ഞെട്ടിച്ചുകൊണ്ടൊരു വാർത്ത തന്നെയായിരുന്നു ഇത് പുറത്തു വന്നത്. അഖിലനാരുടെയും ഭാര്യ മേഘയും വിവാഹത്തിലും വേർപിരിഞ്ഞു എന്ന തരത്തിലുള്ള വാർത്തകൾ സോഷ്യൽ മീഡിയ വഴി പ്രചരിക്കാൻ തുടങ്ങി. ടിക്ടോക്കിലൂടെയും യൂട്യൂബിലൂടെയും നിരവധി ആരാധകരെ റീൽസ് ചെയ്തെല്ലാം തന്നെ പ്രേക്ഷകരെയെല്ലാം വളരെ ചെറിയ സമയം കൊണ്ട് തന്നെ ഒരുപാട് ഇഷ്ടത്തോടെ ആരാധകരെ കൂട്ടിച്ചേർത്ത വ്യക്തിയാണ് അഖിലനാർഡി. സമൂഹ മാധ്യമങ്ങളിൽ അത്രമാത്രം വിലയും അത്രമാത്രം ആരാധകരുടെ പിൻബലവും അത്രമാത്രം ഇഷ്ടവും ജനപ്രിയം നേടുന്ന അഖിലനാരുടെയുടെ ഭാര്യയുടെ വേർപിരിയൽ വാർത്ത സമൂഹ മാധ്യമങ്ങളിൽ വലിയ രൂപത്തിൽ ചർച്ചാ വിഷയമുണ്ടാക്കി. വെറും 2 വർഷം മുൻപായിരുന്നു ഇരുവരും വിവാഹം കഴിച്ച് പുതിയൊരു ദാമ്പത്യ ജീവിതം മുന്നോട്ട് വെച്ചത്. എന്നാൽ കഴിഞ്ഞ ദിവസം പുറത്തു വന്ന വാർത്ത അഖിലനാരുടെയും ഭാര്യ മേഘയും വിവാഹത്തിൽ വേർപിരിഞ്ഞു തരത്തിലുള്ള വാർത്തകളാണ് സമൂഹ മാധ്യമങ്ങളുടെ ഉടനെ തന്നെ പുറത്തു വന്നത്. എന്നാൽ ഇതിൽ ഏറ്റവും അധികം ആരാധകരെ സങ്കടത്തിലാക്കിയ ഞെട്ടിച്ചൊരു വാർത്ത മേഘ അഖിലനാരുടെയെ വിട്ട് ഒരു ബസ് ഡ്രൈവറുടെ കൂടെ പോയി എന്ന സങ്കടകരമായ ഒരു വാർത്ത തന്നെയായിരുന്നു. പ്രേക്ഷകരെയും ആരാധകരെയും എല്ലാവരെയും ഒരേപോലെ ഞെട്ടിച്ച ഒരേപോലെ സങ്കടത്തിലാക്കിയ ഒരു വാർത്ത തന്നെയായിരുന്നു അത്. എന്നാൽ ഇതിനെ തുടർന്ന് മേഘയുടേത് എന്ന് പറയുന്ന ചില പ്രസ്താവനകളും സോഷ്യൽ മീഡിയയിൽ ഉടനെ തന്നെ ചർച്ചാ വിഷയമായി. അഖിലനാരുടെക്ക് മറ്റു സ്ത്രീകളുമായി ബന്ധമുണ്ടായിരുന്നോ എന്നും അത് ചോദിച്ചതിനെ തുടർന്നുണ്ടായ പ്രശ്നങ്ങളാണ് വേർപിരിയാനും പിന്നീട് ഇത്തരത്തിലൊരു കഠിന കൈക്ക് ചെയ്യാനുള്ള തീരുമാനവും എന്നുമാണ് മേഘ പറഞ്ഞത് എന്ന തരത്തിലുള്ള പ്രസ്താവനകളും സോഷ്യൽ മീഡിയയിൽ ഉന്നയിച്ചു വരുന്നു. എന്നാൽ സോഷ്യൽ മീഡിയയിൽ ഇത്രമാത്രം കുറ്റങ്ങളും ഇത്രമാത്രം വാർത്തകളും എല്ലാം സജീവമായി നടന്നുകൊണ്ടേയിരിക്കുമ്പോഴും തന്റെ ജീവിതത്തിൽ സംഭവിച്ചത് എന്താണെന്ന് തുടർന്ന് പറഞ്ഞ് അഖിലനാർഡി ഇതുവരെ രംഗത്ത് വന്നിട്ടില്ല. ഇതിനെ തുടർന്ന് സോഷ്യൽ മീഡിയയിലും ആരാധകരും വലിയ രൂപത്തിലുള്ള ചോദ്യങ്ങൾ തന്നെയാണ് അഖിലിന് നേരെ ചോദിച്ചുകൊണ്ടേയിരിക്കുന്നത്. എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത് എന്നും കാരണം എന്താണെന്ന് വിശദീകരിച്ച് രംഗത്ത് വരണമെന്നും നിങ്ങളുടെ ആരാധകർ എന്ന നിലയിൽ നിങ്ങളുടെ കാര്യങ്ങളെല്ലാം അറിഞ്ഞുകൊണ്ടിരിക്കുന്ന ആളുകൾ എന്ന നിലയിൽ ഇത് അറിയാൻ ഞങ്ങൾക്ക് ആഗ്രഹമുണ്ട് എന്നും എന്താണ് കാര്യമെന്ന് വ്യക്തമാക്കി പറഞ്ഞൊരു അഖിലേട്ടൻ തരത്തിലെല്ലാം തന്നെ ഒരുപാട് ചോദ്യങ്ങളും ഇതിനോടകം വരുന്നുണ്ട്. എന്നാൽ അഖിലനാർഡി പറഞ്ഞത് എന്ന തരത്തിൽ സോഷ്യൽ മീഡിയയിൽ അഖിലനാരുടെ സുഹൃത്തുക്കളിൽ നിന്ന് കിട്ടിയ വിവരത്തിനനുസരിച്ച് അഖിലനാർഡി പറഞ്ഞത് ഇങ്ങനെയാണ്: പോയത് പോയി, അവർ അവരുടെ ഇഷ്ടത്തിൽ പോയിക്കോട്ടെ എന്നും ഇനി അവരുടെ ജീവിതത്തിലേക്ക് വലിയ രൂപത്തിലുള്ള പ്രശ്നങ്ങളായി കൊണ്ടുപോകരുത് എന്ന തരത്തിലുള്ള തീരുമാനമാണ് അഖിലനാർഡി എടുത്തത് എന്നുമാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് സോഷ്യൽ മീഡിയയിലൂടെ. ഇതിനെപ്പറ്റി നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് വ്യക്തിപരമായ കാര്യം എന്താണെന്നും കമന്റുകളായി രേഖപ്പെടുത്തുക. വാർത്തകളും വിശേഷം എത്രയും പെട്ടെന്ന് അറിയാൻ നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം ഫ്രണ്ട്സ്.